Hey guys, welcome back to our channel. So welcome back to another movie review guys. ഷെയ്ൻനിഗം നായകനായിട്ട് എത്തിയ പുതിയ പടമാണ് ഗൈസ് ബൾട്ടി. ഡയറക്റ്റഡ് ബൈ ഉണ്ണി ശിവലിംഗം. പുള്ളി തന്നെയാണ് റൈറ്റ് ചെയ്തേക്കുന്നതും. പിന്നെ അതിനകത്ത് കാസ്റ്റ് വരുന്നത് ശാന്തനു ഉണ്ട്, പ്രീതി അസ്രാണി, പിന്നെ അൽഫോൺസ് പുത്രൻ ഉണ്ട്, പിന്നെ സെൽവരാഘവനും പൂർണിമ ഇന്ദ്രജിത്തും ഒക്കെയാണ് പടത്തിനകത്തുള്ളത്. സോ ഇതൊരു സ്പോർട്സ് ആക്ഷൻ ഫിലിം എന്നൊക്കെ പറയാം. സ്പോർട്ടായിട്ട് എടുത്തേക്കുന്ന കബഡിയാണ്. പാലക്കാട് തമിഴ്നാട് ബോർഡറിലാണ് കഥ നടക്കുന്നത്. സോ അതുകൊണ്ട് രണ്ട് കൾച്ചറും കൂടെ അവർ മിക്സ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ചില പ്രശ്നങ്ങൾ ഡബ്ബിങ്ങിനകത്ത്, ചില ഇടങ്ങളിലുള്ള ഇവരുടെ കോൺവെർസേഷനകത്ത് ഡബ്ബിങ്ങിനകത്ത് ചില ഇടങ്ങളിലൊക്കെ ഭയങ്കര മിസ്സിങ് വന്നിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് നമ്മുടെ സായി അഭ്യങ്കറാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. കൊള്ളാൻ രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ കുറച്ചധികം മ്യൂസിക് കൂടിപ്പോയോ എന്നൊരു തോന്നലുണ്ട്. കാരണം മ്യൂസിക് വേണ്ടായിരുന്നെന്ന് തോന്നുന്നിടത്തൊക്കെ പുള്ളി ഇങ്ങനെ ഒരു സ്കോർ ചെയ്ത് പോയിട്ടുണ്ട്. ബട്ട് ഓക്കെ ആണ്, നൈസായിട്ടാണ് പുള്ളിയുടെ വർക്ക് ചെയ്തേക്കുന്നത്. പടം കണ്ടിരിക്കാതെ പിള്ളേരുടെ അടിയിടി അങ്ങനെയുള്ളവരും സ്പോർട്സിനകത്ത് ഇവർ ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ലോക്കലായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ സ്പോർട്ടായിട്ട് ഇവരെടുത്തേക്കുന്ന കബഡിയാണ്. സോ അങ്ങനെയൊക്കെ കബഡി കളിച്ചു, അവിടെ ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇതിലോട്ട് അവർ അറിഞ്ഞുകൊണ്ട് ഇന്ന് കാല് വെച്ച് കൊടുക്കുന്നു. പിന്നെ അതങ്ങനെ പോകുന്നു. ദെൻ അവിടെ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ പോകുന്നത്. പിന്നെ ഇവരുടെ ഫാമിലിയും ഇവരുടെ ഫ്രണ്ട്സിനും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സോർട്ട് ഔട്ട് ആവുന്നുണ്ടോ ഇല്ലയോ, അങ്ങനെയൊക്കെ കുറച്ച് കാണിക്കുന്ന ഒരു പടമാണ്. രസമാണ്, ഫൈറ്റിങ്ങുകളൊക്കെ കണ്ടിരിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷെയ്നിഗമൊക്കെ നല്ല വൃത്തിയായിട്ടെല്ലാം ഫൈറ്റുകൾ ചെയ്തിട്ടുണ്ട്. ശാന്തനു ആണെങ്കിലും പിന്നെ ഇവരുടെ കൂടെ ഉള്ള രണ്ട് ഫ്രണ്ട്സായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ നൈസായിട്ടാണ് എല്ലാം ചെയ്തത്. അൽഫോൺസ് പുത്രൻ കുഴപ്പമില്ല, ഒരു സോഡാ ബാബു എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. കൊള്ളാം, നൈസാണ് കണ്ടിരിക്കാം. സെൽവരാഘവൻ കുഴപ്പമില്ല, പുള്ളി നല്ല അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് പുള്ളിയുടെ ആ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. പോർത്താമരൈ ഭൈരവൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് സെൽവരാഘവൻ ചെയ്തേക്കുന്നത്. പുള്ളി ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ കുറേ നാൾ കണ്ട് ഒതുങ്ങി ഇരുന്നിട്ട് എന്നാൽ പൊട്ട് പുള്ളി എല്ലാത്തിനകത്ത് ഇൻവോൾവ് ആകും. പക്ഷെ നൈസായിട്ട് ന്യൂട്രലിൽ നിന്ന് ഇൻവോൾവ് ആകുന്ന ഒരാൾ ലാസ്റ്റ് ആകുമ്പോൾ പുള്ളിക്കൊരു എന്താ പറയുക, ഒരു മിസ്ബിഹേവ് പുള്ളിക്കെതിരെ ഉണ്ടാകുമ്പോൾ പുള്ളി വീണ്ടും നേരെ പഴയതുപോലെ ആവുന്നു. അങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടർ. ഭയങ്കര സ്പോർട്സ് ഡ്രാമ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പടങ്ങൾ പിന്നെ പലരും പറയുന്നുണ്ട് ഗില്ലി ആ ഒരു ടൈപ്പൊക്കെയാണ്. അതൊന്നും പ്രതീക്ഷിച്ച് പോവല്ല. നോർമൽ പടം കൊള്ളാം, രസമാണ്, കണ്ടിരിക്കാം. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് കൊടുക്കുന്ന കാശിന് നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് അടിയിടിയൊക്കെ കാണാം. ഈ ആഴ്ച ഇറങ്ങിയിട്ടുള്ള പടങ്ങളിൽ നല്ലൊരു പടം. കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാം, രസമാണ്. കുറച്ചൊക്കെ ഫൈറ്റ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ആവുന്നതാണ്. സ്റ്റോറി വൈസ് ഒന്നും നോക്കണ്ട, പ്ലെയിൻ സ്റ്റോറിയാണ്. സ്റ്റോറി വൈസ് ഒന്നും നിങ്ങൾ നോക്കുക വേണ്ട. പിന്നെ മറ്റേ പുള്ളിയില്ലേ, നമ്മുടെ 18ാം പടിക്കകത്ത് മറ്റേ അയ്യപ്പൻ ക്യാരക്ടർ ചെയ്ത ആ പുള്ളി ഉണ്ട് ഇതിനകത്ത്. പുള്ളിക്കാരൻ ചെറിയ റോളാണ്, 2-3-4 സീനിൽ വന്നു പോകുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ അതാണ് ബാൾട്ടി എന്ന് പറയുന്ന മൂവി. ഇൻട്രസ്റ്റ് ഉള്ളവർ പോയി കാണുക. സുഖസമത്തിലുള്ള ടാറ്റാ, ബൈ.